ഇവിടെ ഒരു പ്രധാന കാര്യം, ഈ മുസ്ലിം വിരുദ്ധത ബി.ജെ.പിയും പ്രധാനമന്ത്രിയും ഈ പ്രചരിപ്പിക്കുന്ന ഈ സമയത്ത് ആ ചൂണ്ടയിൽ കൊത്തില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്, അതിനെ അഭിനന്ദിക്കുകയാണ് ഇവിടെ ശ്രീ വി.പി.പി. മുസ്തഫ. മുമ്പ് ഇത്തരം ചൂണ്ടകളിൽ കൊത്തുന്ന ആളായിരുന്നു കോൺഗ്രസ്സുകാർ. പക്ഷേ അത് ഇത്തവണ ഉണ്ടായില്ല. മാത്രമല്ല വിട്ടുവീഴ്ച നടത്തുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് ഒരു സീറ്റ് CPM-ന് നൽകുന്നു, മഹാരാഷ്ട്രയിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് CPM വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സഖ്യത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നു തുടങ്ങി, ഒത്തുതീർപ്പുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത് മൂന്നാം ഘട്ടം മുതൽ കാര്യങ്ങൾ എതിർ ദിശയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയെന്ന്. മഞ്ജുഷേ, അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെയല്ല. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തന്നെ എടുത്തു നോക്കൂ. എത്ര വിശാലമായ ഉന്നതന്മാര് മാത്രമടങ്ങുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ മൂന്ന് പേര് മാത്രമാണ് നോമിനേഷൻ കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. ബാക്കിയുള്ളവർക്ക് മത്സരിക്കാൻ പേടിയാണ്, ഭയമാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ MP-മാരായി മത്സരിച്ചിരുന്നവരും ജയിച്ചിരുന്നവരുമെല്ലാം ഇപ്പൊ പാർട്ടി വിട്ടുപോയിരിക്കുന്നു. അവരിൽ മഹാഭൂരിപക്ഷം പേരും BJP-യിൽ ചേർന്നിരിക്കുന്നു. BJP-ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നത് പോലെ കോൺഗ്രസിന് നിർത്താൻ ഇന്ന് സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 100-ലധികം സീറ്റ് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്. വിട്ടുകൊടുക്കുക അല്ലാതെ വേറെ ഗത്യന്തരമില്ല. കാരണം സ്ഥാനാർത്ഥിയെ നിർത്താനില്ല. കേരളത്തിനുള്ളിൽ കുറെ കോൺഗ്രസ് ഉണ്ട്. നമ്മൾ നോക്കൂ, അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോ ഇന്ത്യയിലെ 2 അക്കം തികച്ച MP-മാരെ സംഭാവന ചെയ്ത ഒരേ ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. വടക്കേ ഇന്ത്യയിലോട്ട് ചെല്ലുമ്പോൾ 1 സീറ്റ് 2 സീറ്റ് മാത്രമല്ല, സീറ്റ് പോലും ഇല്ലാത്ത എത്രയോ സംസ്ഥാനങ്ങൾ. ഇതല്ലേ കോൺഗ്രസിന്റെ അവസ്ഥ? അപ്പൊ കോൺഗ്രസ് 100-ലധികം സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തതല്ല, 100-ലധികം സീറ്റുകളിൽ സഖ്യകക്ഷികളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കുടിയിരുത്തിയതാണ്. അല്ല, കോൺഗ്രസ് മേനി നടിക്കുന്നില്ല ശ്രീ ജയസൂര്യൻ. ഇപ്പോൾ അനിൽ ബോസിന്റെ വാക്കുകളിലും കോൺഗ്രസ് ഞങ്ങളാണ് വമ്പന്മാർ എന്ന മേനി നടിക്കുന്നില്ല. തൽക്കാലത്തേക്കെങ്കിലും ആ മേനി നടിക്കൽ ഒഴിവാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വിട്ടുകൊടുത്ത കാര്യം അവർ കൂടുതലായിട്ടും പറയുന്നത്. ഇപ്പോൾ ബീഹാറിൽ തന്നെ 9 സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ, അല്ലാതെ ഒരുപാട് സീറ്റുകളിലില്ല. അവിടെ RJD ആണ് പ്രധാനപ്പെട്ട കക്ഷി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് കോൺഗ്രസ്. അതേസമയം BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നു, അവിടെയും ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുന്നു, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. അതാണ് ഞാൻ രാജസ്ഥാനിലെ കാര്യം പറഞ്ഞത്. രാജസ്ഥാനിലെ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. അവിടെ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫലം വളരെ കൃത്യമാണ്. മുഴുവൻ സീറ്റും BJP ജയിക്കും. നമ്മളിപ്പോ ഈ ചർച്ച നടത്തുന്നത് കേരളത്തിൽ ഇരുന്നോട്ടാണല്ലോ. അപ്പൊ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ LDF-ഉം UDF-ഉം കോൺഗ്രസും CPM-ഉം 10 സീറ്റ് വീതം അങ്ങോട്ട് വീതിച്ചെടുത്തിട്ട് അങ്ങ് മത്സരിച്ചാ പോരെ. ഈ BJP-ക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ. ഇപ്പൊ പറയുന്നു BJP ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്രസക്തമാണെന്നൊക്കെ. ഈ അനിൽ ബോസ് പറഞ്ഞതൊക്കെ ഞാൻ എഴുതി വെക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പറയാണ്, ഏറ്റവും കുറഞ്ഞത് 2 സീറ്റ് കേരളത്തിൽ BJP ജയിക്കും. ഏറ്റവും കുറഞ്ഞതാ ഞാൻ പറയുന്നത്, ചിലപ്പോൾ അതിലും വരും. 4-ാം തീയതി നിങ്ങൾക്ക് ഇത് നിഷേധിക്കാമെങ്കിലും 4-ാം തീയതി 4 മണിക്ക് ജൂൺ മാസത്തില് ഇത് അംഗീകരിക്കേണ്ടി വരും. കാരണം കേരളത്തിലും ദക്ഷിണേന്ത്യയിലും അടക്കം BJP പറഞ്ഞ കാര്യങ്ങൾ, വികസനത്തിന്റെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവസാന ഘട്ടം എത്തുമ്പോഴേക്കും 1-2 ഘട്ടം കഴിയുമ്പോൾ, ദക്ഷിണേന്ത്യ കഴിയുമ്പോൾ BJP-യുടെ അജണ്ട മാറ്റിയതെന്ന് ചോദിക്കേണ്ടായല്ലോ. BJP-യുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ രാജ്യത്തുണ്ടായ വികസനങ്ങൾ തിരിച്ചറിയാത്ത സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും അടക്കമുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് ഇവിടെ വളരെ വിശദമായും വ്യക്തമായും ഞങ്ങൾ ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവന്നതും, 11 കോടി ജനങ്ങൾക്ക് LPG കണക്ഷൻ കൊടുത്തതും, 4 കോടി വീട് വെച്ചു കൊടുത്തതും, 15 കോടി കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി കൊടുത്തതും, 8 കോടി വീടുകളിൽ കുടിവെള്ളം കൊടുത്തതും, മുത്തലാഖ് നിരോധിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങള് ദക്ഷിണേന്ത്യയിൽ പറയണം. ഇത് ഞങ്ങളല്ലാതെ ആരും പറയില്ല. ഇവിടെ മറ്റാരും അത് അംഗീകരിക്കില്ലല്ലോ. പക്ഷെ അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ വർഗീയ പ്രചാരണം നടത്താം എന്നുള്ളതാണോ ശ്രീ ജയസൂര്യൻ? അപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ വർഗീയ പ്രചാരണം തുടങ്ങിയത് ആരാണ്? CPIM-ന് ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ബീഹാറിൽ. അദ്ദേഹം പോസ്റ്ററിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് ഹനുമാനും ഹനുമാന്റെ ഗദയുമടക്കം അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോ അത് മൃദുഹിന്ദുത്വമാണെന്നൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. അത് കൊടും ഹിന്ദുത്വമല്ലേ? കോൺഗ്രസ് പോലും ചെയ്യാത്ത കാര്യമല്ലേ CPIM ബീഹാറിൽ കാണിച്ചത്?
അതാണല്ലോ ഇപ്പൊ DYFI കേരളത്തിലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ മൃദുഹിന്ദുത്വം ശരിയല്ല, ഹിന്ദുത്വമൊക്കെ അത് മുസ്തഫ മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങൾ കോൺഗ്രസിനെ അങ്ങനെ നേരത്തെ ആക്ഷേപിച്ചിരുന്നതാണ് മൃദു ഹിന്ദുത്വവാദികൾ എന്ന്. ഇപ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ വന്നിരിക്കുകയാണ്. പോസ്റ്റുകൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ മറുപടി ഇല്ലാതെ വരും. നിങ്ങൾ അതല്ല അതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ ഈ രാജ്യം ഒരു സെക്കൻഡ് ജയസൂര്യൻ മുസ്തഫ ഒന്ന് പറയട്ടെ. മുസ്തഫ അതിന് മറുപടി നൽകും. മുസ്തഫ എന്താണ് അത് സംഭവിച്ചത്? ഒന്ന് അങ്ങനെ ഒന്നും അവിടെ ഇറക്കിയിട്ടില്ല. രണ്ട് മഞ്ജുഷെ, അങ്ങനെയൊന്നും ഇറക്കിയാൽ അവിടെ BJP വെറുതെ ഇരിക്കുവോ? മതചിഹ്നങ്ങൾ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമുള്ള പോസ്റ്ററിൽ വരാൻ പാടില്ല. അത് ഉപയോഗിച്ച് വോട്ട് പിടിച്ചാൽ അവര് പുറത്താവും. ഇവിടെ അഴീക്കോട് KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് എങ്ങനെയാ? തൃക്കാക്കര കേസുണ്ടായത് എങ്ങനെയാ? സ്വരാജും K ബാബുവും മത്സരിച്ചെടുത്ത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ജയസൂര്യയെ പോലുള്ള ഒരാൾ വന്നിട്ട് അവിടെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അത് കേസ് കൊടുത്ത് ആ സ്ഥാനാർത്ഥിത്വം തന്നെ ഇല്ലാതാവില്ലേ? ഞങ്ങളുടെ ജയന്തന്റെ നാളെ ഇല്ലാതാവില്ലേ? അപ്പൊ അങ്ങനെയൊന്നും പറയരുത്. അത് വസ്തുതയല്ല. അത് വാട്സപ്പിൽ മാത്രം വന്നതാണ്. കൃത്രിമമായി ഉണ്ടാക്കിയ ഫേക്കാണത്. അത് വസ്തുതയല്ല എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിച്ചുകൊണ്ടാൽ മതി. അതിനുള്ള അവസരം വരും. കാരണം ആ രീതിയിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. ജയസൂര്യൻ, താങ്കൾ പറഞ്ഞു വരുന്നത് എതിർപക്ഷം വർഗീയ കാർഡ് ഇറക്കിയപ്പോൾ തിരിച്ചിറക്കുകയായിരുന്നു എന്നാണ് അല്ലെ? അവിടെ വർഗീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന്റേതായ പ്രസംഗങ്ങളിലും അവരുടെ ആശയ പ്രചരണങ്ങളിലും കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയുകയാണ് ഉണ്ടായത്. ആ മറുപടി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വർഗീയത പറഞ്ഞു എന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെ അതേ അർത്ഥത്തിൽ നേരിടാൻ BJP തയ്യാറാണ്. അതുപോലെ തന്നെ NDA ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി രീതിയിൽ മറുപടി കൊടുക്കാനും തയ്യാറാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമല്ലേ? അങ്ങനെ BJPയുടെ ഭാഗത്ത് നിന്ന് വർഗീയമായ പ്രചരണമാണ് ഉണ്ടാകുന്നത്. അതിന് പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ആരോപണമുള്ളതെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ ജനങ്ങളോട് പറയൂ, ഇതാ നിങ്ങളുടെ പ്രധാനമന്ത്രി, ഇതാ നിങ്ങളുടെ BJP വർഗീയത പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടാനുള്ള നല്ല അവസരമല്ലേ ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ BJPയെ പരാജയപ്പെടുത്തൂ, എന്നിട്ട് BJP അധികാരത്തിന് താഴെ ഇറക്കൂ, എന്നിട്ട് ഈ പറയുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിലെത്താൻ ഏറ്റവും നല്ല വാതിൽ തുറന്നിട്ട് തരികയല്ലേ ചെയ്തത്. ഞങ്ങൾ വർഗീയത പറഞ്ഞുവെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ ഇത് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. നിയമപരമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാമല്ലോ. ആ കാര്യവും നടക്കട്ടെ. എന്തായാലും ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ BJPയുടെ അപ്രതിരോധ്യമായിട്ടുള്ള മുന്നേറ്റത്തിന് തടയിടാൻ കഴിയാതെ വരുമ്പോൾ BJPയുടെ മുന്നേറ്റത്തിന്റെയും വിജയത്തിന്റെയും അടിസ്ഥാനം കേവലം വർഗീയത മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പാഴ്ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ പോലും BJPയുടെ പ്രചരണ രംഗത്ത് വരികയും BJPയുടെ താമര ചിഹ്നമുള്ള തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടമായി മാറിയിരിക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ പോലും. അപ്പൊ കേരളം പോലും ഇന്ന് മാറുകയാണ്. ആ രീതിയിൽ വലിയ മാറ്റം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP ഓരോ കാര്യവും ഓരോ സംസ്ഥാനങ്ങളിലെ കാര്യവും സീറ്റ് എണ്ണം അടക്കം പറഞ്ഞിവിടെ വാദിച്ചിരുന്നു. അതിൽ ബീഹാർ പോലും ഉൾപ്പെടുകയാണ്. കഴിഞ്ഞ തവണ 40-ൽ 39 NDA സഖ്യം നേടിയ ബീഹാർ പോലും അതിൽ ഉൾപ്പെടുകയാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ ഈ ഷിൻഡെയോടല്ല താല്പര്യം, മറിച്ച് എതിർചേരിയിലുള്ള NCPയോടും അതുപോലെ തന്നെ ഉദ്ധവിനോടുമാണ് താല്പര്യമെന്ന്. അങ്ങനെ വരുമ്പോൾ സീറ്റുകൾ എങ്ങോട്ട് പോകും? ഇതെല്ലാം എണ്ണി പറയുകയാണ്, എഴുതി വെക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് മുഴുവൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 4-ാം തീയതി ഇതൊക്കെ തിരിച്ച് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലെ ഈ പറയുന്ന കണക്കുകൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തും പറഞ്ഞതാണല്ലോ, അന്നും ഇതേപോലെ എഴുതി വെച്ച് പറഞ്ഞതാണല്ലോ. എന്നിട്ട് എന്തായിരുന്നു ഇലക്ഷൻ ഫലം വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ? കണക്കുകളൊക്കെ ആർക്കും പറയാം മഞ്ജുഷേ, ആർക്കും എഴുതി വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം മഞ്ജുഷേ. പക്ഷെ റിസൾട്ട് കൊടുക്കേണ്ടത് ജനങ്ങളാണ്. മോദി ഭരണത്തിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ജനങ്ങൾ, വികസനത്തിന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ജനങ്ങൾ, അവർ തീർച്ചയായിട്ടും NDA അധികാരത്തിലെത്തിക്കും. ശ്രീ അനിൽ ബോസ് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഗ്യാരണ്ടി പറയും. വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അതായിരിക്കുകയില്ലല്ലോ. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞതല്ലേ നേരത്തെ തന്നെ? എന്നിട്ടും ഇങ്ങനെ വർഗീയ കാർഡ് ഇറക്കിയെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചതാണ്. ഇപ്പോൾ ജയസൂര്യന്റെ അത് തന്നെയാണ് പറയുന്നത്. അവിടെ കാർഡ് ഇറക്കി കളിക്കാൻ തുടങ്ങി, അതിനുള്ള മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന്. അല്ല, ഞാൻ വ്യക്തമായി അതിന് മറുപടി പറഞ്ഞു. ശരി, അനിൽ. ഇത് മഞ്ജുഷ നമ്മൾ